ഹലോ അസ്സാം വലൈക്കും ഗൈസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ഇഫ്താർ സ്പെഷ്യൽ ഒരു മീറ്റ് ബോക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 2 സവാള ഞാൻ കൊത്തിയരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ആണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള വേഗം വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദയിൽ 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ദോശകളാക്കി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓരോ ദോശയിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സ്പൂണോ 1.5 സ്പൂണോ ഇട്ടിട്ട് നമുക്ക് ഇതൊരു ബോക്സ് ഷേപ്പിൽ, അതായത് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ മീറ്റ് ബോക്സും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് ബോക്സ് ഒരു വശം റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ മീറ്റ് ബോക്സും റെഡിയാക്കി എടുക്കാം. അധികം ഓയിലി ഒന്നും അല്ലാത്ത ഒരു സ്നാക്കും കൂടെയാണിത്. ഓയിൽ മുക്കി പൊരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മീറ്റ് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.